നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു. ഒഴുക്കിനെതിരെ നീന്തരുതെന്നോ? എന്തായിരിക്കും സംഭവിക്കുക? എന്താ അത്? അമ്മ എന്നാൽ സന്തോഷമാണ്, അമ്മ എന്നാൽ സമാധാനമാണ്. മക്കളുടെ മനസ്സിൽ പ്രകാശം പരത്തുന്നവളാണ് അമ്മ. അമ്മയുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ മക്കളെ സമാധാനായി ജീവിക്കുന്നത് കാണണം. വരാൻ പോകുന്ന വെളിച്ചം അമ്മയല്ലേ ആദ്യം സ്വീകരിക്കാൻ പോകുന്നത്. ആ വെളിച്ചം കേവലം ഒരു നക്ഷത്രം പോലെയാണെങ്കിലും ലോകം മുഴുവൻ പ്രകാശം പരത്താൻ ഒരമ്മയ്ക്ക് കഴിയും. ഏയ് കൈനോട്ടക്കാരാ, നിങ്ങൾ എന്റെ ലക്ഷണം നോക്കി ഭാവിയൊന്ന് പറഞ്ഞേ. നിന്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്. മാറ്റങ്ങളോ? എന്ത് മാറ്റങ്ങൾ? എന്ത് തരത്തിലുള്ള മാറ്റം? നിന്റെ ജീവിതം തന്നെ തകിടം മറിക്കുന്ന മാറ്റങ്ങൾ. നിങ്ങൾ ആ മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഈ മാറ്റങ്ങൾ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവോ? ആദ്യം അത് പറ. ഉപകാരങ്ങൾ ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഉപകാരങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും നിനക്കറിയില്ല. ആന്റി, ഇയാൾ ഉദ്ദേശിച്ചത് കാര്യങ്ങൾ പോസിറ്റീവ് ആവോന്നോ അതോ നെഗറ്റീവ് ആയിട്ട് നടക്കുമെന്നോ? എന്തോ എനിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ജീവിതത്തിൽ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ. ചിലപ്പോ അത് നീ മനസ്സിൽ കാണുന്ന പോലെ തന്നെ ആണെങ്കിലോ? നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ജീവിതം മുഴുവനും മാറിപ്പോയാലോ? ഇനിയൊരു പക്ഷേ മിഥുന്റെ പൂർണ്ണ അവകാശം നിനക്ക് കിട്ടിയാലോ? എനിക്കങ്ങനൊന്നും തോന്നില്ല ആന്റി. അതല്ല ഈ മഞ്ജരി. രഹസ്യം പറഞ്ഞ് നിർത്തിയിട്ടേ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ നോക്ക്. ആ പിന്നെ അതെ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്റെ മോന്റെ കല്യാണം നടക്കാൻ പോകുന്നു. ഇപ്പോഴെങ്കിലും എന്റെ കാര്യം ഒന്ന് പരിഗണിക്കാൻ പറ്റുമോ? നീ മിണ്ടാതിരിക്കടാ. നോക്കൂ സ്വാമിജി, ഇതാണ് എന്റെ മോൻ. ഇവന്റെ കല്യാണം എപ്പോ നടക്കുമെന്ന് പറയാൻ പറ്റുമോ? ഈശ്വരാ, എല്ലാവർക്കും നല്ലത് വരട്ടെ. മനസ്സുപോലെ തന്നെ ശരീരവും സൂക്ഷിക്കുന്നവളാണ് അമ്മ. മഹത്തരമായ കാര്യങ്ങൾ മഹത്വത്തോടെ ചെയ്യുന്നവളാണമ്മ. ആ ദൈവത്തിന് പകരം ഭൂമിയിൽ ജീവിക്കുന്നവളാണമ്മ. മനുഷ്യ മനസ്സിലെ മഹത്തരമായ കാര്യങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കിയെടുക്കുന്നവളാണ് ഈ അമ്മ. വീട്ടിലത്തെ പ്രശ്നങ്ങളൊന്നും കുറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. ഇനി ഈ കൈനോട്ടക്കാരൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകുന്നതൊന്ന് എന്തു പറയാനാ, ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ആലോചിച്ച് സമയം കളയണ്ട, അതൊക്കെ വഴിയേ മനസ്സിലായിക്കോളൂ. സന്തോഷിക്കാൻ വകയുള്ള കാര്യങ്ങളാ നടക്കാൻ പോകുന്നത്. സ്വയം പിടിച്ചു കെട്ടി വച്ചിരിക്കുന്ന മനസ്സുകളെല്ലാം സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാൻ പോകുകയാണ്. ഇയാളുടെ വർത്താനത്തിൽ എന്തോ അപാകതകൾ ഉണ്ടല്ലോ മഞ്ജരി. ഇയാള് പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാരും എന്താ ഇവിടെ നിൽക്കുന്നേ? കൈനോട്ടക്കാരൻ ലക്ഷണം നോക്കി പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് നീയും കൂടി നോക്ക്. ഈ നിൽക്കുന്ന ആളെ കണ്ടോ? ആളുടെ ലക്ഷണം നോക്കി ഭാവി പറയൂ. നിങ്ങളുടെ മനസ്സിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് വേദനകളുണ്ട്. ഒരുപാട് പേർ നിങ്ങളുടെ ശത്രുസ്ഥാനത്തുണ്ട്. ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിനെ പോലെയാണ് നിങ്ങൾ. മരണദേവനായ യമനെ പോലും തോൽപ്പിച്ച മനസ്സാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ കാലിൽ ഇപ്പോ ചുറ്റിയ പാമ്പ് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോയിക്കോളും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും പലതും സംഭവിക്കാൻ പോകുന്നു. ശരി, ഇത് വാങ്ങിച്ചോളൂ. ഞാൻ ആ കുട്ടി വിളിച്ചിട്ട് വന്നതാ സാറേ. കൊച്ചുകുട്ടികള് ദൈവത്തെ പോലെയല്ലേ. ആ ദൈവത്തിന്റെ കാശ് ഞാൻ വാങ്ങിച്ചാൽ എനിക്ക് ഉപകാരമില്ലാതെ പോകും. ഒന്നും വേണ്ട, എല്ലാവർക്കും അതൊന്നും സാരമില്ല, ഇത് വാങ്ങിച്ചോളൂ. ദൈവമേ, എല്ലാം നന്നായി നടക്കട്ടെ. ഇന്നത്തെ കൈനീട്ടമാണിത്. എല്ലാം നന്നായി വരട്ടെ. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. എന്തോ ചോദിച്ചതിനൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ആ കൈനോട്ടക്കാരൻ എവിടെയും തൊടാതെ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. എനിക്കെന്നല്ല, ആർക്കും മനസ്സിലാവില്ല. ആന്റി, നമുക്ക് പോവാം. ആവശ്യമില്ലാതെ സമയം വേസ്റ്റ് ചെയ്തു.
മോം, ഡാഡ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ കാര്യം മിഥുൻ? ഇന്ന് വൈകിട്ട് ജയമാർ ഗ്രൂപ്പിൽ ഒരു സംയുക്ത ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുഴുവൻ ഫാമിലി അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും പോകാൻ റെഡി ആവണേ. വാവ്, അത് വളരെ നല്ല കാര്യമാണല്ലോ മിഥുൻ. പ്രോജക്റ്റ് നിനക്ക് തന്നെ കിട്ടുള്ളൂ. എന്റെ സിക്സ് സെൻസിൽ തോന്നുന്നത് നിനക്ക് തന്നെ 6 അടിക്കുമെന്നാ. Let's see, Dad. അമ്മേ, എന്താ മോനെ? ഇന്നെന്റെ കൂടെയുള്ള മനു ഉണ്ടല്ലോ, എനിക്ക് ഐസ്ക്രീം കൊണ്ടുവന്നു തന്നു. പിന്നെ സ്കൂളിലെ രാഹുലിനെ അറിയില്ലേ, അവനൊരു വലിയ കാറിന്റെ ബൊമ്മ കൊണ്ടുവന്നു. എനിക്കും അതുപോലെ വലിയ കാറിന്റെ ഒരു ബൊമ്മ വേണം. നാളെ വൈകിട്ട് ഷോപ്പിങ്ങിന് മുമ്പ് വാങ്ങി തന്നാ മതി. എന്താ അമ്മേ? അത് പറ്റില്ലല്ലോ മോനെ. നാളെ വൈകിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയില്ലല്ലോ. എന്താ അമ്മേ ഒന്നും പറയാതിരിക്കുന്നേ? ചിക്കു, വരുന്ന സൺഡേ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് മോനെ. അമ്മ നല്ല ബിസി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് മറ്റൊരു ദിവസം ഷോപ്പിങ്ങിനായിട്ട് പോവാം. ഒരുപാട് ജോലി ഉണ്ടെന്ന് പറഞ്ഞ എന്ത് ജോലിയാ? അർജുൻ പപ്പയേക്കാളും കൂടുതൽ ജോലിയാണോ? അതിനേക്കാളൊക്കെ ഒരുപാട് വലിയ ജോലി മോനെ. ആ ജോലിയേക്കാളൊക്കെ ഒരുപാട് സമയം എടുക്കും ചിക്കു. അങ്ങനെയാണോ? നാളെ സ്കൂള് കഴിഞ്ഞ ഉടൻ അർജുനങ്ങൾ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ എന്നെ കൊണ്ടുപോവാതെ അമ്മ നാളെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ആഹ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ അർജുൻ അങ്കിളുടെ കൂടെ ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നേ? അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്. മുന്നോട്ടുള്ള എന്റെയും നിന്റെയും ജീവിതം ഇതാണ് ചിക്കു. അത് മാത്രമല്ല, മുറിഞ്ഞുപോയ പലതും ബന്ധിപ്പിക്കാനായിട്ടും വിട്ടുപോയ പലതും ചേർത്ത് വെക്കാനും വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അമ്മേ, അമ്മ ഇപ്പൊ പറഞ്ഞത് ഒന്നും എനിക്ക് മനസ്സിലായേ ഇല്ല. പക്ഷേ അമ്മയ്ക്ക് പ്രധാനപ്പെട്ട എന്തോ ചെയ്യാനുള്ളത് മാത്രം എനിക്ക് മനസ്സിലായി. എനിക്കൊരു പ്രശ്നവുമില്ല. അമ്മേ, നാളെ അമ്മ എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അമ്മ പിന്നീട് ഒരു ദിവസം മുഴുവൻ എന്റെ കൂടെ ഇരുന്നാ മതി. ഒരുപാട് താങ്ക്സ് ചിക്കു. താങ്ക്സ് എന്തിനാ അമ്മേ? അമ്മ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയാന്. ഇതൊക്കെ എന്നെ പഠിപ്പിച്ചതാരാ? എല്ലാം മനസ്സിലാക്കി തന്ന അമ്മയോടല്ലേ താങ്ക്സ് പറയണ്ടേ? ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് അനുഭവിച്ചവളാണ് ഞാൻ. ജീവിതം ഇപ്പൊ ഞാൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഈശ്വര, എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും നീ എന്റെ കൂടെ തന്നെ നിന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഒരു ബിസിനസ് പാർട്ടി നടക്കുമ്പോ ആ പാർട്ടിയിലെ ബിസിനസ് പാർട്ട്നേഴ്സും ആ ബിസിനസ്സിൽ ഇൻവോൾവ് ആയവർ മാത്രമല്ലേ വരുള്ളൂ. പക്ഷെ ഈ പാർട്ടി അങ്ങനെയല്ലല്ലോ. അവരെല്ലാവരുടെയും ഫാമിലിയും കൂടി ഇൻവൈറ്റ് ചെയ്തിരിക്കല്ലേ. പാർട്ടി നടത്തുന്നവര് കുടുംബത്തെക്കുറിച്ചും കുടുംബ മൂല്യങ്ങളെക്കുറിച്ചും നന്നായിട്ട് അറിയുന്നവര് തന്നെയാണ്. അമേരിക്കയിൽ വളർന്ന കുട്ടിയാണ് പാർട്ടി നടത്തുന്നത്. അവർക്ക് നമ്മുടെ കുടുംബ വ്യവസ്ഥിതികളെ കുറിച്ചും മൂല്യങ്ങളെ കുറിച്ചും എങ്ങനെ അറിയാനാ? അങ്ങനെയല്ല പ്രിയമതെ. നമ്മുടെ ഇവിടെ വളരുന്ന കുട്ടികളെ പോലെ തന്നെ അമേരിക്കയിൽ വളരുന്ന നമ്മുടെ നാട്ടിലെ കുട്ടികളും അവിടെ നമ്മുടെ സംസ്കാരം ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ വ്യവസ്ഥിതികളെ കുറിച്ച് അവരും ബോധവാന്മാരാ. കുടുംബ മൂല്യങ്ങൾക്കും അവരതിന്റെ വില കൽപ്പിക്കുന്നുണ്ട്. നീ അമേരിക്കയിലുള്ള മറ്റിന്ത്യക്കാരെ കണ്ടിട്ടില്ലേ? അവർ ജനിച്ചതും വളർന്നതും അമേരിക്കയിലാണെങ്കിലും നമ്മുടെ ഭാരതീയ സംസ്കാരങ്ങളും സമ്പ്രദായങ്ങളും
അറിയിച്ച് തന്നെയാണ് വളർത്തുന്നത്. ഈ കുട്ടിയും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വളർന്നത്. ഡാഡ്, ആ കുട്ടിയെ നമ്മൾ കണ്ടിട്ടുമില്ല, ഇതുവരെ ആ കുട്ടിയോടൊന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ ആ കുട്ടിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്നത്? ഏതായാലും പാർട്ടിയൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് എല്ലാം അറിയാവുന്നുള്ളതല്ല. അവരെ ഏൽപ്പിച്ച ആളുകൾ ഈ ജോലിയെല്ലാം വളരെ നന്നായി ചെയ്തു എന്നുള്ളതുകൊണ്ടാ. അങ്ങനെ ഒന്നും അറിയാതെ അവരിതൊക്കെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ആ സംയുക്തയെക്കുറിച്ചും അവരാരാണെന്നും എന്താണെന്നും ഒക്കെ നമ്മുടെ മഞ്ജരിക്ക് ഓൾറെഡി അറിയാലോ. ആന്റി ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അത് മഞ്ജരിക്ക് എങ്ങനെ അറിയാനാ? മഞ്ജരിയും അമേരിക്കയിൽ പഠിച്ചതല്ലേ. ഈ സംയുക്തയും മഞ്ജരിയും തൊട്ടടുത്ത വീട്ടിലാ താമസിച്ചിരുന്നത്. മഞ്ജരിയുടെ അടുത്ത ഫ്രണ്ട് കൂടിയാണ്. ശരിയാണോ മഞ്ജരി? സംയുക്ത നിന്റെ ഫ്രണ്ടാണോ? എന്നിട്ട് ഈ കാര്യം എന്താ നീ നേരത്തെ പറയാഞ്ഞേ? ഈ കാര്യം ഞാൻ തന്നെ ഇപ്പോഴാ അറിഞ്ഞേ. നിന്നോടാ ചോദിച്ചത്. സംയുക്തയെ അറിയാമെന്നുള്ള കാര്യം നീ ആരോടും ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഒന്നും സംസാരിച്ചിട്ടില്ല. സംയുക്ത അറിയാന്ന് എന്താ നീ ഇതുവരെ പറയാതിരുന്നേ? ആന്റി അങ്ങനെ പറയാൻ മാത്രം ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായില്ല. ഞാൻ തന്നെ മറന്നിരിക്കുകയായിരുന്നു. ഇപ്പോ പ്രിയംവദ ആന്റി പറഞ്ഞപ്പോഴാ ഓർത്തത്. നീ ഇങ്ങനെ വിനയം കാരണം ഒന്നും പറയാതിരിക്കേണ്ട മഞ്ജരി. സംയുക്ത അങ്ങനെ ഒരു സാധാരണക്കാരിയല്ല. കോടികളുടെ ആസ്തിയുള്ള ആളാണ്. ഒരു വലിയ കമ്പനിയുടെ അവകാശിയാണ്. അങ്ങനെ ഒരാളെ ഫ്രണ്ടാണെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? എന്നാലും സംയുക്തയെ ഒന്ന് പരിചയപ്പെടാനും മിഥുൻ അവന്റെ പ്രോജക്റ്റ് കാണിക്കാനും എത്രയോ തവണ അവസരങ്ങൾ നോക്കി നടന്നിട്ടുള്ളതാണെന്നറിയോ. ഇപ്പൊ എന്തായാലും മഞ്ജരി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുമല്ലോ. ശരി ശരി, നമുക്ക് ഇരിക്കാം. വന്നിട്ട് കുറെ നേരമായില്ലേ? എന്താ ആന്റി ഇത്? എന്തിനാ അങ്ങനെയൊക്കെ കള്ളം പറഞ്ഞേ? അതങ്ങനെ വെറുതെ പറഞ്ഞതല്ല മഞ്ജരി. ഇത് നിനക്കൊരു അവസരമാണ്. മനസ്സിലായില്ലേ? നീ സംയുക്തയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ ഉടനെ മിഥുന്റെ അച്ഛൻ നിന്നോട് എങ്ങനെയാ സംസാരിച്ചെന്ന് കണ്ടില്ലേ? പെട്ടെന്നല്ല നിന്നോടുള്ള റെസ്പെക്ട് കൂടിയത്. നീ കാരണം മിഥുന് നല്ലത് സംഭവിച്ചാ പിന്നെ നീ അവിടെ ആരായിരിക്കും അറിയോ? ഉള്ള വില കൂടി പോകുന്ന എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ ഇതിനൊക്കെ വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആന്റി ആലോചിച്ചോ? വന്ന ഉടനെ സംയുക്ത എന്നെ നോക്കിയിട്ട് ആരാ ഈ പെൺകുട്ടിയെന്ന് ചോദിച്ചാ ഞാൻ എങ്ങനെ അവരെ മുഖത്ത് നോക്കും? അയ്യോ മഞ്ജരി, അമേരിക്കയിലായിരുന്നപ്പോ ഫ്രണ്ട്, പിന്നെ നീ ഇങ്ങോട്ട് വന്നപ്പോ ബന്ധത്തിനും ദൂരം കൂടി. കോടിക്കണക്കിന് ആസ്തിയും കാശും വന്നപ്പോ സ്വന്തം ഫ്രണ്ടിനെ പോലും മറന്നുപോയിന്നൊക്കെ. ആ സമയത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും തട്ടിവിടാലോ. നീ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കും. ഇത് കൊള്ളാലോ ആന്റി, വളരെ പെട്ടെന്ന് തന്നെ ഐഡിയാസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇതുപോലത്തെ ഐഡിയകളൊന്നും ഇല്ലെങ്കിലേ ഇവരുടെ മുമ്പിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല മഞ്ജരി. വന്നേ. എന്നാലും ഈ ജയമാറിന്റെ മോള് അതാരായിരിക്കും? ഇവിടുത്തെ ഈ ഒരുക്കങ്ങളെല്ലാം കണ്ടിട്ട് അവളത്ര നിസ്സാരക്കാരിയല്ലെന്ന് ഉറപ്പാ. ഹായ് ചാരു മിസ്സേ. ഹായ് ചക്കി, ഹൗ ആർ യു? ഐ എം ഫൈൻ മിസ്. ഇതെന്താ വലിയ വലിയ ആൾക്കാർ വരുന്ന ഫംഗ്ഷനില് മിഡിൽ ക്ലാസ് ആളുകളൊക്കെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളെയൊക്കെ ആരകത്തേക്ക് കയറ്റിവിട്ടത്? ആരും ഇൻവൈറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതായിരിക്കില്ല ആന്റി ഇവള്. ഇല്ലാത്ത തെളിവൊക്കെ കാണിച്ചും ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയും ഷോ ഓഫ് നടത്താൻ വേണ്ടി കയറി കൂടിയതാവും. മഞ്ജരി, കുറച്ചും കൂടി മാന്യമായിട്ട് സംസാരിച്ചാൽ കൊള്ളാം. ചാരുവിന് ഇവിടെ ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ വിവേക്, ചാരുൻ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വിളിച്ചേ? അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം മോം? ആരും ഇൻവൈറ്റ് ചെയ്ത പാർട്ടിക്ക്
ഞാൻ എന്തിനാ ചാരുവിനെ വിളിച്ചുകൊണ്ട് വരുന്നേ? പിന്നെ ചാരു എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ചാരു എന്റെ കൂടെയാ വന്നത്. ചിക്കുന്റെ കൂടെ നീ എങ്ങനെ വന്നു ചാരു? അത് വേറെ ഒന്നുമല്ല ആന്റി. ചിക്കൂടെ അമ്മയ്ക്ക് ഇന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാ ഞാൻ വന്നേ. ഓ, നീ ഇപ്പൊക്കെ ഈ ജോലിയും ചെയ്യുന്ന ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്ത് ജോലി ആന്റി? ആയയുടെ ജോലി. അമ്മയ്ക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ നിർത്തുന്നത് ആയയാണല്ലോ. പ്രിയമതേ, ആദ്യം നീ പോയിട്ട് ആരോട് എങ്ങനെ എപ്പോ ഏത് രീതിയിൽ സംസാരിക്കണമെന്ന് പഠിക്കും. അല്ല അർജുൻ, എനിക്ക് മനസ്സിലാവാത്തതേ, ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ആൾക്കാരെ കാണുന്ന ഇഷ്ടമല്ലേ? അല്ല, എപ്പോഴും കുട്ടിയെ ഒറ്റയ്ക്കാണല്ലോ പുറത്തേക്ക് വിടുന്നേ. ഇനിയിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും കുഴപ്പമുള്ള ആളാണോ? അതെ മിഥുൻ, എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. മറ്റുള്ളവരുടെ പേഴ്സണൽ വിഷയങ്ങളിലേക്ക് അത്ര ഡീപ്പായിട്ട് ഇൻവോൾവ് ആവുന്നത് ശരിയല്ല. ശരി, നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ പറയാം. അവളുടെ വരവ് നിങ്ങൾ കാണും. അവളുടെ എൻട്രി എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കും. കാണുന്നവർക്കെല്ലാം അതൊരു ഷോക്ക് തന്നെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം ചോദിച്ചവരുടെ മുഖം മാറുന്നതും എല്ലാവരും ഞെട്ടി റിയാക്ട് ചെയ്യുന്നതും ഞാൻ നേരിട്ട് കാണും. നല്ല ബിൽഡപ്പാണല്ലോ, പക്ഷേ കുറച്ച് ഓവറായി പോയില്ലേ എന്നൊരു സംശയം. ചിക്കു, ഈ വലിയ ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്ന എന്തിനാ? ഐടിയും പൊളിറ്റിക്സും മാത്രമേ ഇവരൊക്കെ പറയൂ. ചിലപ്പോ കുറച്ച് ബിസിനസ്സും കൂടി പറഞ്ഞെന്ന് വരും. നമ്മളെ കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാകാനേ പോകുന്നില്ല. ഇവിടെ നിന്നാലേ നമ്മുടെ ബ്രെയിൻസ് ഫ്രൈ ആയി പോകും. നമുക്ക് പോയി ഈ സ്ഥലം മുഴുവൻ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ശരി ചക്കി, പോവാം. ചക്കി, സൂക്ഷിച്ച്. ശരി അച്ഛാ. ബൈ ദ വേ, നിങ്ങളുടെ ബിസിനസ് എങ്ങനെ പോകുന്നു മിഥുൻ? നിന്റെ ബിസിനസിനേക്കാൾ വളരെ ബെറ്റർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നേ. മിഥുൻ അങ്ങനെ സംസാരിച്ചതൊന്നും മനസ്സിൽ വെക്കണ്ട അർജുൻ. അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. മത്സര ബുദ്ധിയാണ്. ചെറിയ കാര്യമാണെങ്കിലും അതൊരു വലിയ പ്രശ്നമാക്കി തീർക്കും. അത് സാരമില്ല ആന്റി, എനിക്കത് മനസ്സിലാവും. പ്ലീസ് ക്യാരി ഓൺ. എല്ലാരും വാ. ആ പെണ്ണിന്റെ മുഖം കണ്ടേ പിന്നെ എന്റെ മൂഡ് മൊത്തത്തിൽ പോയി. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. I'll call you back. വാട്ട് ഈസ് ദിസ് മിഥുൻ? പാട്ടിന്റെ ശ്രുതിയും താളവും എല്ലാം പഠിപ്പിച്ച് ശരിയാക്കി കൊണ്ടുവന്നപ്പോ വീണ്ടും പഴയതുപോലെ തന്നെ തെറ്റിച്ചു പാടിയിരിക്കുന്നു. ഡാഡ് എന്തിനെ കുറിച്ചായി പറയുന്നേ? ഇന്ന് നീ അർജുനോട് സംസാരിച്ച രീതിയെക്കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. ബിസിനസ് ആകുമ്പോ അതിൽ ശത്രുക്കളും ഉണ്ടാകും, മിത്രങ്ങളും ഉണ്ടാകും. മിത്രങ്ങളോട് സഹായം ചോദിക്കാനും പാടില്ല, ശത്രുക്കളോട് വിരോധം കാണിക്കാനും പാടില്ല. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ ബിസിനസ് വളരുള്ളൂ. അർജുനോടൊപ്പം അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്തായിരുന്നു മിഥുൻ? എന്താ ഡാഡ് ഇത്? ഇവിടെ ബിസിനസ് വേറെ, അർജുൻ വേറെ. അർജുൻ വേറെ എന്ന് പറഞ്ഞാ അതെന്തുകൊണ്ടാ? അതെന്താന്ന് വെച്ചാ, ഞാൻ ഓരോ കാര്യം നോക്കേണ്ടതും മത്സര ബുദ്ധിയോടെ കാണേണ്ടതും അർജുനെയാ. അത് മാത്രമല്ല, അവൻ എന്നെ വെറും ഒരു ശത്രുവായിട്ട് മാത്രമേ കാണുന്നേ. എല്ലാ വിഷയത്തിലും എന്നോട് ഇങ്ങനെ തന്നെയാ. മിഥുൻ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. ബിസിനസ്സിൽ ഒരു മത്സരം ഉണ്ടെങ്കിൽ അത് മനസ്സിലാണ് വേണ്ടത്. അതൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പുറത്ത് കാണിക്കരുത്. ബിസിനസ് കൊണ്ട് നഷ്ടം വന്നവരുമുണ്ട്, രക്ഷപ്പെട്ടവരുമുണ്ട്. മനസ്സിലെപ്പോഴും വിജയങ്ങളുടെ കണക്ക് മാത്രമാകരുത്, നഷ്ടങ്ങളുടെ ലിസ്റ്റും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്കെതിരെ നിൽക്കുന്നവന്റെ മനസ്സറിയുവാൻ സാധിക്കൂ. ഡാഡ് പ്ലീസ്.